അഭ്യസ്തവിദ്യരായിട്ടുള്ള ലക്ഷോപലക്ഷം യുവജനങ്ങൾ വേഴാമ്പലിനെ പോലെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജോലിദാതാവായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് അത്യന്തം ഞെട്ടിപ്പിക്കുന്നതും ഭീകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതുമായ സംഭവങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളായിട്ടുള്ള ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ പിൻവാതിലിലൂടെയും അവിഹിതമായ മാർഗങ്ങളിലൂടെയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും എല്ലാ ഹീനമാർഗങ്ങളും യാതൊരു ഒളിപ്പുമില്ലാതെ ഉപയോഗിച്ചും ജോലി നേടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടിപ്പോവുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ചറിയുമ്പോൾ ആണ് ഏറ്റവും അധികം ഹൃദയഭേദകമായിട്ടുള്ള അനുഭവങ്ങൾ ഓരോന്നോരോന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളാരും ചില്ലറക്കാരല്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിൽ ഇന്നത്തെ കണക്കനുസരിച്ച് ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണുള്ളത്. ഈ അംഗങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചും അവരനുഭവിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു നികുതിദായകൻ അന്തം വിട്ടു പോവുകയുള്ളൂ. 4.5 ലക്ഷം രൂപയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിചാരകരും ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ഉള്ളത്. അതോടൊപ്പം തന്നെ അതിൽ അംഗങ്ങളായിരിക്കുന്ന മറ്റ് 20 ആളുകൾക്ക് 2.5 ലക്ഷം മുതൽ മുകളിലോട്ടാണ് ശമ്പളവും അതോടൊപ്പം തന്നെ അവർക്ക് ചുറ്റും പരിചാരകരും. ഈ പണം എവിടെ നിന്ന് വരുന്നു? അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു വർഷം എത്ര കോടി രൂപയാണ് ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ എന്ന് പറയുന്ന ഈ വെള്ളാനയെ പുലർത്തുന്നതിന് വേണ്ടി സാധാരണക്കാരൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആ സ്ഥാപനത്തിൻ്റെ എല്ലാ ധാർമ്മിക നിലവാരവും നൈതികതയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഭാരിച്ച ശമ്പളം പറ്റുന്നതായിട്ടുള്ള ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ അതിൽ തിരിമറി നടത്തുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ 3.25 ലക്ഷം ജനങ്ങളും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന സംഭവമാണല്ലോ ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം രൂപ ശമ്പളമുള്ള കേരള പ്ലാനിംഗ് ബോർഡിലേക്ക് നടന്ന ചില നിയമനങ്ങളിൽ ഉണ്ടായതായ ക്രമക്കേടുകളും അതിനെ തുടർന്നുണ്ടായ കോലാഹലവും. അവിടെ ഇപ്പോൾ ആ വിഷയം സംബന്ധിച്ച് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം വെളിയിൽ വന്നപ്പോൾ അവിഹിതമായി നിയമനം നടത്തി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇടതുപക്ഷ സർവീസ് സംഘടനയിലെ സജീവ പ്രവർത്തകനായിരുന്ന ഒരാളിനെ എല്ലാ സത്യമാർഗങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവിഹിതമായ മാർഗങ്ങളിലൂടെ ആ ഒരു നേതാവിന് ജോലി കൊടുക്കാനായി കാട്ടിയതായ വിക്രിയകളാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവത്തെ സംബന്ധിച്ച് അതിൽ അപേക്ഷകനായിരുന്ന ഒരു അപേക്ഷാർത്ഥി ചില പരാതികൾ കൊടുക്കുകയും വിവരാവകാശ നിയമപ്രകാരം ചില രേഖകൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ നിഷേധാത്മകമായ ഒരു സമീപനം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കാട്ടിയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സംഭവം പുറത്തു വന്നിരിക്കുന്നത്. ഇത് പുറത്തു വന്നപ്പോൾ ചെറിയ കാര്യമല്ല. ഇതിനോട് ബന്ധപ്പെട്ട അനവധി പരാതികൾ ഒന്നിന് പുറകെ ഒന്നായി പ്രവഹിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഒരു IG-യുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് വിഭാഗത്തെ അന്വേഷണത്തിനായി നിയമിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ 1ാം ഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്നതായ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മേൽപ്പറഞ്ഞ പരീക്ഷാ നടത്തിപ്പിൽ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ അതിൻ്റെ പരീക്ഷാ
പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തുന്നതിനായി അയച്ചപ്പോൾ 10 ചോദ്യങ്ങൾ അതിൽ ഒഴിവാക്കിയിരുന്നു. ഈ 10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 58 മാർക്കാണ് ആ ചോദ്യങ്ങൾക്കുള്ളത്. നോക്കണം, ചെയ്ത ഒരു കൊടുംകൃത്യം, അതായത് ബന്ധപ്പെട്ട ആളിനെ ഏത് മാർഗത്തിലൂടെയും നിയമിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അയാളെ പരമാവധി സഹായിക്കുക, അയാൾക്ക് ഉത്തരവെഴുതാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി കൊടുക്കുക എന്ന അതിനീചമായ ഹീനമായ ഗൂഢലക്ഷ്യത്തോടുകൂടി PSCയിലെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൊടുങ്കൈ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ അർഹതയുള്ള ആളുകൾ പിന്നിലേക്ക് തള്ളപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഇപ്പോൾ സംഗതി ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ക്രമക്കേടിൻ്റെ ഒരു പ്രധാനമായ മാർഗം വഴിയെന്ന് പറയുന്നത്, ഈ എഴുത്ത് പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ ആ പട്ടികയുടെ ആദ്യ ഭാഗത്ത് നിൽക്കുന്ന ആളുകളിൽ കുറേ പേരെയാണ് അഭിമുഖത്തിനായി തിരഞ്ഞെടുക്കുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ കളി ആരംഭിക്കുന്നത്. അഭിമുഖത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ അഭിമുഖത്തിൽ പ്രധാന കക്ഷികളാകുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനും അതിനോട് ബന്ധപ്പെട്ട 1-2 അംഗങ്ങളുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായി നിയമനം ലഭിച്ചവരാണ്. ഇന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇരിക്കുന്ന 21 ആളുകളും ചെയർമാൻ ഉൾപ്പെടെ പിണറായി സർക്കാരിൻ്റെ നാമനിർദ്ദേശത്തിൽ വന്നവരാണ്. അപ്പോൾ ഇടതുപക്ഷ സർവീസ് സംഘടനയിലെ ഒരു മുൻനിര നേതാവിന് ഈ ജോലി കൊടുക്കണമെന്ന ഗൂഢലക്ഷ്യത്തോടുകൂടി ഈ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് കുറവാണെന്നറിഞ്ഞിട്ടും അഭിമുഖത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്ത് അയാളെ റാങ്ക് പട്ടികയിൽ ഒന്നാമനാക്കി. നോക്കണം പോകുന്ന പോക്ക് എങ്ങനെയാണെന്ന്. എത്ര ആസൂത്രിതമായിട്ടാണ് ഈ ഗൂഢസംഘം പ്രവർത്തിക്കുന്നത്. ഇതൊരു മാഫിയയാണോ? എഴുത്ത് പരീക്ഷയുടെ മാർക്ക് സാധാരണഗതിയായി ഒരു കാരണവശാലും അന്തിമമായ പട്ടിക വരുത്തുന്നതിന് മുൻപ് പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന നിയമം നിലവിലിരിക്കെ അതീവ രഹസ്യമായി ഈ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് അഭിമുഖ പരീക്ഷയ്ക്കുള്ള PSC അംഗങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ നേതാവിനെ നിയമിക്കാനുള്ള കരുക്കുകൾ ഒരുക്കുകയായിരുന്നു. അപ്പോൾ എഴുത്ത് പരീക്ഷയിൽ പുറകിൽ നിന്നാൽ പോലും അഭിമുഖ പരീക്ഷയിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ ബന്ധപ്പെട്ട ആളുകൾക്കും സ്വന്തക്കാർക്കും രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കുമൊക്കെ തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് ഈ അഭിമുഖ പരീക്ഷയെ ഒരു പരിഹാസമാക്കി മാറ്റി എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇപ്പോൾ നടന്ന ഈ പ്ലാനിംഗ് ബോർഡിലെ നിയമനം. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സുതാര്യതയും സത്യസന്ധതയും ധാർമ്മികതയും നൈതികതയും ഒക്കെ എത്രയോ അധികം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഭിക്ഷാന്തേഹികളായി അവരുടെ ഓഫീസുകൾ കയറിയിറങ്ങി യാതൊരു മാനദണ്ഡവുമില്ലാതെ ഈ കമ്മീഷനിലും അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളിലും ഉദ്യോഗം വഹിക്കുന്ന മെമ്പർമാരായിരിക്കുന്ന ആളുകൾ ഒരു നിമിഷം പോലും അല്പമെങ്കിലും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾ തൊഴിൽ തേടി അലയുകയാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത്. വ്യാവസായികമായി യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. അവരിലേറിയ പങ്കും ഈ യുവജനങ്ങളുടെ ഒരു പ്രതീക്ഷയാണ്, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ രക്ഷകർത്താക്കളുടെ ഒരു പ്രതീക്ഷയാണ് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത്. ആ ഒരു സർക്കാർ ജോലി കിട്ടുന്നതിന് വേണ്ടി കഠിനമായി പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ സ്ഥാനം നേടാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള തോന്നിവാസങ്ങളും അതിക്രമങ്ങളും
അഴിമതിയും കാട്ടിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ സകല കൃത്രിമവും കാട്ടി അർഹരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ലക്ഷോപലക്ഷം യുവാക്കളെ വഴിയാധാരമാക്കിയിരിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്തിയെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ചടങ്ങിന് കുറേ അന്വേഷണം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വാങ്ങി അലമാരിയിൽ കെട്ടിവെച്ചത് കൊണ്ട് കാര്യമില്ല. ഉത്തരവാദപ്പെട്ട ആളുകൾ അവർ എത്ര ഉന്നതന്മാരായിരുന്നാലും ശരി, നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് അതികർക്കശമായി അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാരിച്ച ശമ്പളം പറ്റുന്നതായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, മെമ്പർമാരുൾപ്പെടെ ഒന്നടങ്കം ഇതിൽ ഉത്തരവാദികളാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അവർ മാന്യമായി ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് പൊതുസമൂഹം ഇന്ന് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കൊരു കാലത്തും ഈ പാവപ്പെട്ട യുവാക്കളുടെ നിന്ന് ശാപമോക്ഷം ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അത്ര വേദനയോടുകൂടിയാണ് ഈ ലക്ഷോപലക്ഷം യുവാക്കൾ കേരളത്തിൽ തെരുവീഥികളിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ മഴയും വെയിലും സഹിച്ചുകൊണ്ട് തെരുവീഥിയിൽ കിടന്ന് ഉരുളുകയും പ്രാണവേദന അനുഭവിച്ചുകൊണ്ട് തൊഴിലിന് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ള അതിക്രമവും അഴിമതിയും കാട്ടിക്കൊണ്ട് സ്വജനപക്ഷപാതം കാട്ടി രാഷ്ട്രീയ കക്ഷികളുടെ പിണിയാളുകളായി അവരുടെ എറിഞ്ഞു കിട്ടുന്ന അപ്പക്കഷണവും രുചിച്ചുകൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റി ഇങ്ങനെയുള്ള ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിന് ആവശ്യമാണോ എന്ന് പൊതുസമൂഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാക്കട്ടെ. കേരളത്തിൽ കഷ്ടിച്ച് 3.5 കോടി ജനങ്ങളേ ഉള്ളൂ ഇന്ന് ജനസംഖ്യ അനുസരിച്ച്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2.27% കേരളത്തിൻ്റെ ജനസംഖ്യ. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, വിസ്മയമെന്ന് പറയട്ടെ, ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ളത് ഈ കൊച്ചു കേരളത്തിലാണ്. 21 പേരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ. 24.73 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ വെറും 9 പേരാണ് അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ. എന്തിനു പറയട്ടെ, ഇന്ത്യ മുഴുവൻ അധികാരമുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ വെറും 9 അംഗങ്ങൾ മാത്രമാണ് ചെയർമാൻ ഉൾപ്പെടെ അതിൽ പ്രവർത്തിക്കുന്നതെന്ന കാര്യം വിസ്മരിച്ചു പോകരുത്. ആ ഒരു സാഹചര്യത്തിലാണ് വെറും 3.25 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 21 അംഗങ്ങളുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അടിയന്തരമായി ഇതിൻ്റെ അംഗസംഖ്യ വെട്ടിക്കുറയ്ക്കണം. ഈ വെള്ളാനയെ തീറ്റിപ്പോറ്റാൻ കേരളത്തിലെ പൊതുസമൂഹം ഇനിയും തയ്യാറല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ നടന്ന PSC നിയമനത്തിലെ അഴിമതി അവസാനിപ്പിക്കുന്നതിനായി അവിടെ ഇതുവരെ നടത്തിയ അഴിമതിക്ക് കൂട്ടുനിന്നവരെയെല്ലാം നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും അങ്ങനെ അവിഹിതമായി നിയമനം നേടിയവരെ മുഴുവൻ ഒരു നിമിഷം വൈകാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ഈ സ്ഥാപനത്തിൻ്റെ പരിഭാവന നിലനിർത്തുന്നതിനാവശ്യമായ നടപടികൾ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുക്കുകയും ചെയ്യണം എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ഒന്നാകെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.